എപ്പിസോഡ് ഇറങ്ങുന്ന തന്നെ നമ്മുടെ ജെയും ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ് എന്നുള്ള കാര്യം റിവീൽ ആക്കിക്കൊണ്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ ജെയുടെ ദേഹത്തായിട്ട് ഒരു ബ്ലൂ കളറിലെ ഹേർട്ടും ഉണ്ട്. അതായത് നമ്മുടെ ജിയോണിന്റെ അച്ഛനാണെങ്കിൽ അവൾക്ക് നോട്ടിലായിട്ട് വരച്ചു കൊടുത്ത അതേ സെയിം കളറിലെ ബ്ലൂ ഹേർട്ട്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2003 ഒരു സീനാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജെ അവന്റെ ഫ്രണ്ട്സുമായിട്ട് നല്ലതുപോലെ കളിച്ച് ചിരിച്ച് നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഒരു പെങ്കൊച്ച് അവന്റെ മുമ്പിലായിട്ട് വരും. അത് വേറെ ആരുമല്ല, നമ്മളുടെ ജിയോൺ തന്നെയാണ്. അവളാണെങ്കിൽ ഇപ്പൊ നല്ലതുപോലെ കുടിച്ചിട്ടുമുണ്ട്. അവൾക്ക് ബോധം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ല. അവള് നേരെ വന്നിട്ട് നമ്മുടെ ജെയിനെ വന്നങ്ങ് ഇടിക്കും. അപ്പോഴാണെങ്കിൽ അവനത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. അവനവിടെ നിന്ന് മാറിപ്പോകാൻ ഒരുങ്ങും. എന്ന് ഇവന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവര് പറയും നോക്കിയാണ് ഈ പെണ്ണ് നല്ലതുപോലെ കുടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതും പോരാത്തതിന് അവൾ ഒറ്റയ്ക്കുമാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജെയ്ക്ക് അങ്ങോട്ട് സഹിക്കത്തില്ല. അവൻ അങ്ങനെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ ജിയോന്റെ അടുത്ത് ചോദിക്കും, എന്താ നിനക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലേ, നീ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ? അപ്പം നമ്മുടെ ജിയോൺ പറയും, അതായത് എനിക്ക് ആരുമില്ല, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 3 മാസം ആയതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ആരും തന്നെ ഇല്ല എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ജെയ്യുടെ ഷർട്ടിലായിട്ടൊക്കെ കയറി പിടിച്ചിട്ടേ അവൻ്റെ തോളത്തായിട്ട് തല വയ്ക്കാനായിട്ട് ഒരുങ്ങും. നമ്മുടെ ജെയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അവൻ വിചാരിക്കും, എന്നാൽ ഈ പെണ്ണെന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി ഒരു പാർക്കിന്റെ അടുത്തായിട്ട് വന്നിരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജയ ഉണ്ടല്ലോ ഈ ജിയോണിന് വേണ്ടിയിട്ട് നല്ല ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കും, നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ പോയി? അപ്പം നമ്മുടെ ജിയോൺ പറയും, എനിക്ക് ആരുമില്ല ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട്. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനുമായിട്ട് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ബ്രേക്കപ്പ് ആയത്. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സുമിൻ, പക്ഷേ അവളാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ മോശം സിറ്റുവേഷനിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊന്നും എൻ്റെ കൂടെ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ ജയ പറയും, ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും തിരക്കായതായിരിക്കും എന്ന്. അപ്പം നമ്മുടെ ജിയോൺ പറയും, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, അവൾ എല്ലാ കാര്യത്തിലും മിടുക്കിയാണ്. എന്നെ വെച്ച് നോക്കുവാണെങ്കിൽ അവളാണ് സുന്ദരി, അവൾ എല്ലാ കാര്യത്തിലും കേപ്പബിളുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളെ ഇഷ്ടം. ഞാനും എനിക്ക് ആകെക്കൂടിയുള്ള ഒരു ഫ്രണ്ട് അവളല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവളെ വിട്ട് കളയണ്ടെന്ന് വെച്ചിട്ട് അവളുടെ എല്ലാ കാര്യവും അങ്ങ് ക്ഷമിച്ചു കൊടുക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ പറയും, നീ മാത്രമല്ല നിന്റെ ലൈഫിൽ ലൂസർ എന്ന് പറയുന്നത്, ഞാനും ഒരു ലൂസറാണ്. ഞാനും എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയും ചെറുതിലേ മരിച്ചുപോയതാണ്. അതിനുശേഷം എൻ്റെ അച്ഛൻ രണ്ടാമതൊരു മാരേജ് ചെയ്തു. അതിനകത്ത് എനിക്കൊരു അനിയത്തിയും ഉണ്ട്. എനിക്ക് സത്യത്തിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ അതൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. നിന്നെ പോലെ തന്നെയാണ് ഞാനും എൻ്റെ ലൈഫിൽ ഭയങ്കര ലോൺലിയാ എന്ന് നമ്മുടെ ജയ പറയും. ഇത് കേൾക്കുന്നേ നമുക്ക് മനസ്സിലാവും, അതായത് നമ്മുടെ ജയയുടെ അനിയത്തി തന്നെയാണ് യൂന എന്ന് പറയുന്നത്. പിന്നീട് കാണിക്കുന്ന ഇവർ രണ്ടുപേരും ഇങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ച് കഴിയുന്നതും നമ്മളുടെ ജിയോണാണെങ്കിൽ അങ്ങ് ഉറങ്ങിപ്പോകുന്നതാ. അവൾ അവിടെ എങ്ങനെ ആ തറയിലായിട്ടും കിടക്കും. ഇത് കാണുന്നേ നമ്മുടെ ജയ്ക്ക് സഹിക്കത്തില്ല. അവൻ വേഗം തന്നെ അവൻ്റെ ഷർട്ട് ഊരിയിട്ട് ഇവളുടെ ദേഹത്തായിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും ആ പാർക്കിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. രാവിലെ നമ്മുടെ ജയ ആണെങ്കിൽ എഴുന്നേറ്റ് അവൻ്റെ ഗ്ലാസ് ഒക്കെ എടുത്തു വെച്ചിട്ട് നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ ജിയോണിൻ്റെ പൊടി പോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജയ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോങ് ഇല്ലേ, അവനുമായിട്ട് മാർഷൽ ആർട്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അവനാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഇതിനകത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഇവനും അവൻ്റെ ഫ്രണ്ടും കൂടി ഭയങ്കരമായിട്ട് മാച്ചൊക്കെ വയ്ക്കും. അങ്ങനെ അതിനകത്താണെങ്കിൽ നമ്മുടെ ജയ തന്നെയാണ് കേട്ടോ ജയിക്കുന്നത്. അവൻ എന്നിട്ട് അവിടെ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുന്നതും അവിടെ ഒരു പെണ്ണിരുന്നിട്ട് ആരുടെത്തോ സംസാരിക്കുന്ന കേൾക്കും. അങ്ങനെ നമ്മുടെ ജയ ശ്രദ്ധിക്കും, ഇവൾ ആരുടെത്താ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് എത്തിവന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനായിട്ടുള്ള ജിയോൺ തന്നെയാണ്. അവളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പൂച്ചക്കുട്ടിയെടുത്ത് സംസാരിക്കുന്നത്. അവൾ പറയും, ഇന്നലെ രാത്രി ഞാൻ നല്ലതുപോലെ കുടിച്ചു. ഞാനാണെങ്കിൽ എനിക്ക് പോലും അറിഞ്ഞൂടാത്ത ഒരാളുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയും അയാളുടെ കൂടെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു. എനിക്കറിയത്തില്ല അത് ആരായെന്ന്, പക്ഷേ ഞാൻ അയാളുടെ ഫേസ് നന്നായിട്ട് കണ്ടില്ല. എൻ്റെ ഒരു ഓർമ്മയിൽ കണ്ടതനുസരിച്ച് നോക്കുവാണെങ്കിൽ അതൊരു അപ്പൂപ്പനാവാനാണ് ചാൻസ് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ അങ്ങ് ഭയങ്കര ഷോക്കായി പോവും. അതിന് തൊട്ട് പുറകെ തന്നെ അവൻ്റെ ഫ്രണ്ട്സ് അവിടേക്ക് വരും. അപ്പോഴാണെങ്കിൽ നമ്മുടെ ജയ അവന്മാർ ചോദിക്കും, അതെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പൂപ്പന്മാരെ പോലെ തോന്നാറുണ്ടോ? അത് കേൾക്കുന്നതും അവൻ്റെ ഫ്രണ്ട്സ് പറയും, നിന്നെ കണ്ട ഫ്യൂസ് പോയതിനെ പോലെ ഇരിക്കുന്നത്, ഒന്ന് പോടാന്നും പറഞ്ഞിട്ട് അവന്മാർ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജയ ആണെങ്കിൽ ജിയോൺ പോലും അറിയാണ്ട് അവളെ സീക്രട്ടായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. അതായത് ഇവൻ എന്നും വന്നിട്ട് നോക്കും, ഈ പൂച്ചക്കുട്ടിയെടുത്ത് ഇവള് സംസാരിക്കുന്നുണ്ടോ, പൂച്ചക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്നോഫോളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ ജയാണ് ഈ പൂച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അവനാണെങ്കിൽ നമ്മുടെ ജിയോണിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അവനാണെങ്കിൽ അവൻ്റെ ഇഷ്ടം അവളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, എങ്കിലും അവൻ പറയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവൻ ശ്രദ്ധിക്കും, അതായത് ഈ പൂച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ട് ആരോ ഒരാൾ വീടുണ്ടാക്കി കൊടുത്തു എന്ന്. എന്നാൽ അവക്കും അറിയത്തില്ല അത് ആരാ എന്ന്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജീവനും നല്ല ഹാപ്പിയാണ്. പൂച്ചക്കുട്ടി ഇപ്പൊ സന്തോഷത്തിലാണല്ലോ. അങ്ങനെ ഒരു ദിവസം ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഈ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ ഇറങ്ങി റോഡിലായിട്ട് വന്നിരിക്കും. അതിനെ ഒരു കാർ ഇടിക്കാൻ വേണ്ടിയിട്ട് വരും. അത് കറക്റ്റായിട്ട് നമ്മുടെ ജയ് കാണും. അവനാണ് വന്നിട്ട് അവസാനം ഈ പൂച്ചക്കുട്ടിനെ രക്ഷിച്ചെടുക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ജയ്ക്കാണെങ്കിൽ ജിയോന്റെ അടുത്ത് അവന്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റത്തില്ല കേട്ടോ. പിന്നീട് അവൻ കുറേ കാലത്തിന് ശേഷം അവന്റെ ഓഫീസിലായിട്ടാണ് നമ്മുടെ ജിയോനെ കാണുന്നത്. അതും ഒരു ഇന്റേൺ ആയിട്ട് ജോയിൻ ചെയ്തപ്പോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ വിചാരിക്കും അവളുടെ അടുത്ത് ഇനിയെങ്കിലും ഇഷ്ടം തുറന്നു പറയണോ എന്ന്. എന്നാൽ ആ സമയത്താണെങ്കിൽ നമ്മുടെ ജിയൂണും അതേപോലെ തന്നെ മിന്നും റിലേഷനിലായിരുന്നു. ഇതൊന്നും നമ്മുടെ ജയ കാണും. സത്യത്തിൽ ഇവനാണെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇവളുടെ അടുത്ത് പറയണമെന്ന് വെച്ചോ നടന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നപ്പോഴും അവൻ വിചാരിക്കുന്നു, എന്നാൽ ഇപ്പോഴും അവന് അവസരമില്ല. അങ്ങനെയൊക്കെയാണ് അവന്റെ ഇഷ്ടം ഇവളുടെ അടുത്ത് തുറന്നു പറയാണ്ട് പോകുന്നത്. സത്യത്തിൽ നമ്മുടെ ജിയൂണിനെ സംബന്ധിച്ച് ജയ എന്ന് പറയുന്നത് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളാണല്ലോ. പിന്നീട് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പ്രസന്റ് ടൈം ആണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജയ ഉണ്ടല്ലോ, ജിയൂൺ പറഞ്ഞ അനുസരിച്ച് അവന്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറ്റി നല്ല കിട്ടിലമായിട്ടാണ് വന്നേക്കുന്നത്. ഇവനെ കാണുന്ന അവന്റെ ഓഫീസിലുള്ള എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അവരെല്ലാവരും വിചാരിക്കും ബോസിനെ കാണാൻ എന്ത് രസമുണ്ട്, എന്ത് ഹോട്ടായിട്ടുണ്ട് എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ജയ വന്നിട്ട് നേരെ വന്ന് സംസാരിക്കുന്നത് നമ്മുടെ ജിയൂണിന്റെ അടുത്താണ്. എന്നിട്ട് ചോദിക്കും, എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാനിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയൂണിന് ഭയങ്കര സന്തോഷമാണ്. അവളാണെങ്കിൽ അവനെ നോക്കിയിട്ട് പറയും, പിന്നില്ലേ നിങ്ങളെ കാണാൻ പൊളിയാണ് എന്ന്. അതേസമയം നമ്മുടെ മിന്നിനെ കാണിക്കും. അവനാണെങ്കിൽ വായും തുറന്നിരിക്കുവാണ്. അവരാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നതൊന്നും അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വേഗം തന്നെ നമ്മുടെ മിന്നാണെങ്കിൽ ജിയോനെ വിളിച്ചുകൊണ്ട് ഒരു ഓഫീസിലായിട്ട് വന്നിട്ട് പറയും, നീ എന്തോ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചിരിച്ചു കളിച്ചൊക്കെ സംസാരിക്കുന്നത്, അവന് നിൻ്റെ അടുത്ത് എന്തോ ചിരിച്ച് സംസാരിച്ചല്ലോ, ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. ആണുങ്ങളെ നിനക്ക് അറിയത്തില്ല. ആണുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൂക്കഡാണ്. അവർക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിലും അവർ വേറെയും പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ വേണ്ടി മാത്രമേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ട് നിൽക്കണം എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോൺ അവരുടെ അടുത്ത് ചോദിക്കും, എന്താ നീയും അതേ കണക്കാണോ? ഞാൻ നിന്റെ അടുത്ത് ഭയങ്കര സത്യസന്ധമായിട്ടല്ലേ നിൽക്കുന്നത്, അപ്പം നീയും എന്നെ ഇതേപോലെ ട്രീറ്റ് ചെയ്യോ, നീയും എന്നെ ചീറ്റ് ചെയ്യോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേ മിന്നു പറയും, ഞാനൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ നല്ലവനാ, നിനക്കത് ഇത്രയും നാളായിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോൺ പറയും, പിന്നില്ലേ എനിക്കത് അറിയാമെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്നങ്ങ് എസ്കേപ്പ് ആവും. സത്യം പറഞ്ഞാൽ ഇവളുടെ ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും ഇവളുടെ ഒരു സംസാരവും ഇവളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ കണ്ടിട്ട് നമ്മുടെ മിന്നു വിചാരിക്കും, ഇവൾ ആകെ പട മാറിപ്പോയി, എനിക്ക് തോന്നുന്നത് ഇവളുടെ ദേഹത്ത് ഏതോ ഒരു ജിന്ന് കയറി എന്ന് പറഞ്ഞിട്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജിയോൺ ആണെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള യൂനയും അതേപോലെ തന്നെ മിസ് യാങ് ഇല്ലേ, ഇവര് 3 പേരോട് ഇരുന്നിട്ട് ടീ ബ്രേക്കിന് ചായ കുടിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജിയോൺ പറയും, ഇന്ന് നമ്മുടെ ബോസിനെ കാണാൻ എന്ത് രസം ഉണ്ടായിരുന്നു, അവൻ ഭയങ്കര ഹാൻസം ആയിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്നേ യൂന പറയും, ഓ അവനെ കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലായിരുന്നു, ഒരു ആവറേജ് ലുക്ക് ആയിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോൺ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അവൾ സത്യം പറഞ്ഞാൽ എല്ലാം തെറ്റിദ്ധരിച്ച് വെച്ചേക്കുമല്ലേ, അതായത് നമ്മുടെ യൂനയും നമ്മുടെ ജയും കൂടി തമ്മിൽ റിലേഷനിലാണെന്നല്ലേ അവൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ അവൾ വിചാരിക്കും, ഓ നീയാണെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ജസ്റ്റ് ഒന്ന് പൊട്ടം കളിക്കുവാണല്ലേ, അതായത് നിനക്കും അവനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ ജീവൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജെയിനെയാണ്. അവനെയാണെങ്കിൽ അവൻ്റെ അപ്പൂപ്പൻ കോൾ ചെയ്യും. എന്നിട്ട് അവൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കും. സത്യം പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ ജെയ് ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ സ്റ്റോക്സ് എല്ലാം വിൽക്കാണ്ട് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയും, എന്നാലും ഇവനാണെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ലാഭം കിട്ടിയിട്ടും അത് വിൽക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ റീസൺ എന്തുവാ എന്ന്. എന്നാൽ അതിനെപ്പറ്റി ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഈ അപ്പൂപ്പനാണെങ്കിൽ അയാളുടെ അസിസ്റ്റന്റ് അടുത്ത് പറയും, നീ ഇതിനെപ്പറ്റിയൊക്കെ നല്ലതുപോലെ അന്വേഷിക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവിടെയായിട്ട് നമ്മുടെ ജിയൂണും അവളുടെ ഫ്രണ്ട്സും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവരിങ്ങനെ ഓരോരോ കാര്യം പറയും. അവിടെ ഇപ്പോൾ നമ്മുടെ മിസ് യാങ് പറയും, അതായത് വെജിറ്റബിൾസ് വെച്ചിട്ടുള്ളൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുന്ന യൂന പറയും, വെജിറ്റബിൾസിനെ പറ്റി എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് തൊട്ടേ കളിച്ച് വളർന്നത് അങ്ങനെയുള്ളൊരു സ്ഥലത്തായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുമിൻ അങ്ങോട്ട് സഹിക്കത്തില്ല. അവളും ഓടി വന്ന് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യും. എന്നിട്ട് പറയും, ഞാനും ജിയോണും പണ്ട് തൊട്ടേ ഒരുമിച്ച് പഠിച്ചവരാ, ഞാനും അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു വളർന്നത്. സത്യം പറഞ്ഞാൽ ജിയൂണാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തോട്ട് പോയപ്പോൾ ഞാൻ അവളെ കാണാൻ വേണ്ടിയിട്ട് ആഴ്ചയ്ക്ക് പോകുമായിരുന്നു. ചില ദിവസം ഞാൻ ക്ലാസ് പോലും സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര ജെന്യൂനായിട്ട് സംസാരിക്കും. കേൾക്കുന്ന എല്ലാവരും വിചാരിക്കും നമ്മുടെ സുമിനാണെങ്കിൽ ജിയോണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂന പറയും, ഓ ചുമ്മാതല്ല ജിയോണിന് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത്, നീയാണെങ്കിൽ ജിയോൺ
ജിയോന് വേറൊരു ഫ്രണ്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അവളെ ഇത്രയും ദൂരം പോയി ആ സ്കൂളിൽ പോയി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിൻ അങ്ങ് ഒരുമാതിരിയാവും. ആ സമയത്തായിട്ട് അവിടുത്തെ മാനേജർ വരും. എന്നിട്ട് പറയും എല്ലാവരും ഇവിടെ എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേഗം തന്നെ ജോലി ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു വിടും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ മാനേജർ വന്നിട്ട് നമ്മുടെ ജിയോന്റെ അടുത്ത് പറയും, അതെ ഞാൻ എൻ്റെ കാറ് നന്നായിട്ട് പാർക്ക് ചെയ്തിട്ടില്ല, നീ എൻ്റെ കാറ് പോയി നന്നായിട്ട് പാർക്ക് ചെയ്തിട്ട് വന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കീ കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജിയോന് ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും അവൾ ചെയ്തല്ലേ പറ്റത്തുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ അവളുടെ മാനേജർ അല്ലേ. അങ്ങനെ അവളാണെങ്കിൽ ആ കീയും വാങ്ങിയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല ദേഷ്യമുണ്ട്, എങ്കിലും ആ ദേഷ്യമൊന്നും അവൾ ആ കാറിനോട് കാണിക്കത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ജിയോണാണെങ്കിൽ ലിഫ്റ്റിൽ കയറുന്നതും പണ്ട് നടന്നൊരു സംഭവമായിരിക്കും. അവൾ വിചാരിക്കും ഞാനിപ്പോൾ ലിഫ്റ്റ് തുറന്നങ്ങോട്ട് ഇറങ്ങുന്നതും അവിടെയായിട്ട് എനിക്ക് വേണ്ടിയിട്ട് സുമിൻ വെയിറ്റ് ചെയ്യുമായിരിക്കും, ഇനിയും അതേപോലെ തന്നെ നടക്കുമെന്നും പറഞ്ഞിട്ട് അവൾ ലിഫ്റ്റ് ഓപ്പണായി നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സുമിൻ ഇവക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. സുമിനാണെങ്കിൽ നമ്മളുടെ ജിയോണിനെ കാണുന്നത് ഭയങ്കരമായിട്ട് സോപ്പിടാൻ തുടങ്ങും. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അതെ നിന്റെ പ്രോജക്റ്റിൽ എന്നെയും കൂടെ ഒന്ന് ആഡ് ചെയ്യുമോ, എങ്കിൽ പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ പെർമനൻറ്റ് പൊസിഷൻ കിട്ടിയാൽ നിനക്ക് എന്നെ ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എനിക്കതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തരുമെന്ന് പറഞ്ഞിട്ട് സുമിൻ ഇങ്ങനെ ഇവളുടെ പുറകെ നടക്കും. അപ്പോൾ നമ്മുടെ ജിയോണിന് മനസ്സിലാവും ഇവളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്ന്. എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജിയോണാണെങ്കിൽ പറയും ഓക്കെ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ അവളുടെ കൈ പിടിച്ചു മാറ്റി അവിടെ നിന്ന് പോകാനൊരുങ്ങും. അതേസമയം തന്നെ നമ്മുടെ മാനേജർ ഉണ്ടല്ലോ ജിയോണിനെ വിളിച്ച് ഓഫീസിൽ പിടിച്ചിരുത്തിയിട്ട് അവളുടെ അടുത്ത് കാര്യം പറയും. അതായത് നിന്റെ പ്രോജക്റ്റ് ഞാൻ അപ്രൂവ് ചെയ്തു, അത് നിന്നെ സംബന്ധിച്ചൊരു ഹാപ്പി ന്യൂസ് ആണല്ലോ, പക്ഷേ ഇതിനകത്ത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി സുമിനെ ആഡ് ചെയ്യണം. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോൺ ചോദിക്കും അതിന് എൻ്റെ പ്രോജക്റ്റിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നത് മിസ് യാങ്ങും അതേപോലെ തന്നെ യൂനയും അല്ലേ, ഞാൻ സുമിനെ ആഡ് ചെയ്യുന്നതിനെ പറ്റി തീരുമാനിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ മാനേജർ പറയും ഞാനല്ലേ നിന്റെ മാനേജർ, ഞാൻ തീരുമാനിക്കും ആരേത് പ്രോജക്റ്റ് ചെയ്യണം ഏതിനകത്ത് വർക്ക് ചെയ്യണം എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതും കേട്ടാൽ മതി, നീ ഇപ്പോൾ ആശ്വസിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റിനകത്ത് നിന്റെ പേരുണ്ടല്ലോ എന്നും വെച്ചിട്ട്. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോണിന് നല്ല സങ്കടമാവും. അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സുമിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കും, എന്നാൽ അത് സാധിച്ചില്ലല്ലോ. നമ്മുടെ ജിയോണാണെങ്കിൽ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുന്നതും അവിടെയായിട്ട് സുമിൻ ഇവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതേപോലെ തന്നെ നമ്മുടെ ജയ് അതിലെ നടന്നു വരും. അവനാണെങ്കിൽ നമ്മുടെ ജിയോണിനെ കാണുന്നതും ചോദിക്കും നീ ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ, നമുക്കൊരു ഡിന്നറിന് പോയാലോ. വേഗം തന്നെ നമ്മുടെ ജിയോൺ പറയും ഇല്ല ഇല്ല ഞാൻ ഫ്രീ അല്ല, എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് ഒരാളിനെ കാണാനുണ്ട്, അതെൻ്റെ പേഴ്സണൽ മാറ്ററാ എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജിയോൺ ആണെങ്കിൽ അവൾ ആരെയാണോ കാണാന്ന് പറഞ്ഞാൽ ആ ആളിനെ കാണാൻ വരുന്നതാണ്. അത് വേറെ ആരുമല്ല നമ്മുടെ യൂൻവു തന്നെയാണ്. അവൾ അങ്ങനെ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറിലായിട്ട് വരും. അങ്ങനെ അവർ രണ്ടുപേരും കണ്ട് നല്ലതുപോലെ ചിരിക്കും. അതേസമയം തന്നെ നമ്മളുടെ മിന്നിനെ കാണിക്കും. അവനാണെങ്കിൽ നമ്മുടെ ജിയോണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുമായിരുന്നു, എന്നാൽ ജിയോൺ ആണെങ്കിൽ അവൻ്റെ കോൾ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം നമ്മുടെ മിന്നാണെങ്കിൽ ഇവൾ എവിടെ പോയതാന്ന് അറിയാൻ വേണ്ടിയിട്ട് സുമിനെ വിളിക്കും. സത്യം പറഞ്ഞാൽ സുമിനെ എല്ലാ സത്യം അറിയാലോ. അപ്പോൾ അവളാണെങ്കിൽ പറയും അത് എനിക്ക് തോന്നുന്നത് അവൾ ഇന്ന് ആരെയോ കാണാൻ വേണ്ടി പോകുന്നു എന്ന്. എന്താണെന്ന് വെച്ചാൽ അവൾ ഓഫീസിൽ നിന്ന് നല്ല ഗെറ്റപ്പായിട്ടാണ് ഒരുങ്ങിയൊക്കെ ഇറങ്ങിയത്. അതും പോരാഞ്ഞ് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മയാണെങ്കിൽ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സുമിനാണെങ്കിൽ ഓരോന്നിങ്ങനെ പറയാനായിട്ട് തുടങ്ങും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നി ചോദിക്കും അവൾ ആരെ കാണാൻ പോയെന്നാ പറയാൻ വന്നേ, നീ എന്തോ അവളുടെ അമ്മേനെ പറ്റി പറയാൻ വന്നത്. അപ്പം നമ്മുടെ സുമിൻ പറയും അവളുടെ അമ്മയും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ടാണ് ഒളിച്ചോടി പോയത് എന്നും പറഞ്ഞിട്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്നിങ്ങനെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നാണെങ്കിൽ ഭയങ്കര ഷോക്കായപ്പം അവൻ ചോദിക്കും ഇങ്ങനൊരു കാര്യത്തിനെ പറ്റി ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ, ഇതെന്തോ സംഭവം, എൻ്റെ അടുത്ത് ജിയോൺ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ സുമിന് നന്നായിട്ട് അറിയാം ജിയോൺ ഇക്കാര്യം ഒന്നും മിന്നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല എന്ന്. എങ്കിലും അവൾ ഇവിടെ പൊട്ടം കളിക്കുകയാണ്. അപ്പം നമ്മുടെ സുമിൻ പറയും അയ്യോ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നോ, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ ഭയങ്കര വഴിയിട്ട് ഇന്നസെൻറ്റ് കളിക്കും. അപ്പം നമ്മുടെ മിന്നു ചോദിക്കും സത്യം പറ എന്താണ് സംഭവം എന്ന്. അപ്പം നമ്മുടെ സുമിനോട് ഡീറ്റെയിൽ ആയിട്ട് പറയും അതായത് നമ്മുടെ ജിയോണിൻ്റെ അമ്മയാണെങ്കിൽ വേറൊരാളുമായിട്ട് ഒളിച്ചോടി പോയതാണ്, പോരാത്തതിന് ജിയോണിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടാ പോയേ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്ന് ഭയങ്കര ഷോക്കാകും. ഉടനെ തന്നെ സുമിൻ പറയും നീ അതൊന്നും കേട്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട, ഒരിക്കലും ജിയോൺ നിൻ്റെ അടുത്ത് അങ്ങനെ കാണിക്കത്തില്ല എന്ന് പറയും. എന്നാലും നമ്മുടെ മിന്നിൻ്റെ മനസ്സിലായിട്ട് ഇപ്പോൾ തീപ്പൊരി വീണിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ നമ്മുടെ ജിയോണെ നല്ലതുപോലെ സംശയിക്കാൻ ഒരുങ്ങും. സത്യത്തിൽ നമ്മുടെ ജിയോണാണെങ്കിൽ ഇപ്പോൾ യൂനുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന തന്നെ അവൻ്റെ കയ്യിലിരിക്കുന്ന ലെറ്റർ ഉണ്ടല്ലോ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൾ ചോദിക്കും നിൻ്റെ കയ്യിലിരിക്കുന്ന ലെറ്റർ എനിക്കൊന്ന് കാണിച്ചു തരുമോ. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻവു അവൾക്ക് കാണിച്ചു കൊടുക്കും. അതിനകത്താണെങ്കിൽ എഴുതിയിരിക്കുന്നത് നീ എന്തോ ലോക സുന്ദരനാണെന്നാണോ വിചാരിച്ചേക്കുന്നത്, എനിക്ക് നിൻ്റെ മുഖം കാണുന്നതേ വെറുപ്പാണ്, എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നാ അത് എഴുതിയിരിക്കുന്നത്. അതും നമ്മുടെ ജിയോണിൻ്റെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ. ഇത് കാണുന്നതിന് നമ്മുടെ ജിയോൺ ഭയങ്കര ഷോക്കായിപ്പോവും. അവക്കാണെങ്കിൽ മനസ്സിലാവത്തില്ല എന്നാൽ ഇത് എന്തുവാ സംഭവിച്ചതെന്ന്. സത്യത്തിൽ നമ്മുടെ ജിയോണിൻ്റെ ഹാൻഡ് റൈറ്റിങ് നല്ലതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മുടെ സുമിന് പറ്റുമായിരുന്നു. ആ സത്യം നമ്മുടെ ജിയോൺ മനസ്സിലാക്കുന്നത് തന്നെ ഇപ്പോഴാണ്. അങ്ങനെ നമ്മുടെ ജിയോൺ ആണെങ്കിൽ അവിടെ നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് പറയും അതായത് ഈ ലെറ്ററിൽ
എഴുതാനുള്ള ഹാൻഡ് റൈറ്റിംഗ് എൻ്റെത് തന്നെ, പക്ഷേ ഈ ലെറ്റർ ഞാൻ എഴുതിയിട്ടേ ഇല്ല എന്ന്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആവും. അങ്ങനെ രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങി വരും. അപ്പോഴും നമ്മുടെ ഈ യൂൻവോ ഉണ്ടല്ലോ, എപ്പോഴും നമ്മുടെ ജിയോന്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ അവളുടെ അടുത്ത് സംസാരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോൺ പറയും, യൂൻവോ എനിക്ക് നീ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലാണ്, എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അതങ്ങ് മറന്നേക്കണം എന്ന് നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പറയും. ഇത് കേൾക്കുന്നതും നമ്മളുടെ ഈ യൂൻവോ ആണെങ്കിൽ തെറ്റിദ്ധരിക്കും, അതായത് നമ്മുടെ ജിയോന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ ജെ തന്നെയാണ് എന്ന്. സത്യത്തിൽ നമ്മുടെ ജിയോൺ ഉദ്ദേശിച്ച ആരെയാണ്? നമ്മുടെ മിന്നിനെയാണ്. അപ്പൊ നമ്മുടെ യൂനു ചോദിക്കും, ആരാ നിന്റെ ബോയ് ഫ്രണ്ട്? ആ നീളമുള്ള കണ്ണാടി വെച്ച മനുഷ്യനല്ലേ? ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയോണ് മനസ്സിലാവും, അതായത് ഇവൻ ഉദ്ദേശിക്കുന്ന വേറെ ആരെയല്ല നമ്മുടെ ജെയിനെ തന്നെയാ എന്ന്. അപ്പൊ അവള് പറയും, അവൻ എന്റെ ബോയ് ഫ്രണ്ട് അല്ല, പകരം എന്റെ ബോസ് ആണ് എന്ന്. അപ്പൊ നമ്മുടെ ജിയോൺ ചോദിക്കും, അല്ല നിനക്ക് എങ്ങനെയാ ജെയിനെ പറ്റി അറിയാവുന്നേ? അപ്പൊ നമ്മുടെ യൂനു പറയാൻ തുടങ്ങും, അതായത് ഞാൻ അന്ന് നമ്മളുടെ റിയൂണിയന് വന്നില്ലായിരുന്നു, അക്കാര്യം ഞാൻ അറിഞ്ഞു തന്നെ ജെ പറഞ്ഞിട്ടാണ്. അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അവിടെ വന്നിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ക്ലിയർ ആക്കണം എന്ന്. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോൺ ആണെങ്കിൽ ഭയങ്കര ഷോക്കായിപ്പോവും. അവൾ ചോദിക്കും, എന്നാലും ജെയ്ക്ക് എങ്ങനെയാണ് നമ്മളുടെ റിയൂണിയനെ പറ്റി അറിയാവുന്നത്? അപ്പം നമ്മുടെ യൂനു പറയും, അത് എനിക്ക് മനസ്സിലായില്ല, ഞാനത് ചോദിക്കാൻ മറന്നുപോയി എന്ന്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാറിൽ നമ്മുടെ ജെയ്യും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞ് ഇത് കാണുന്നേ നമ്മുടെ ജെയ്ക്ക് നല്ല സങ്കടമാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ നമ്മുടെ ജിയോന്റെ അടുത്ത് പുറത്തു വരുന്നോ ചോദിച്ചല്ലേ, എന്നാൽ അവള് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ യൂനുവിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്ന് നിൽക്കുന്നത്. അവൻ അങ്ങനെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിനെയാണ്. അവനാണെങ്കിൽ ഇപ്പം അവൻ്റേതായിട്ടുള്ള ആ ഹോട്ടലില്ലേ അവിടെ വന്നിട്ട് നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യുന്നതാ. അപ്പോഴാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ ബോസ് വന്നിട്ട് ചോദിക്കും, ഇപ്പം എന്തോ പറ്റി, നീ എന്തിനാ ഇങ്ങനെ ഭയങ്കര ഷോകം അടിച്ച് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം നമ്മുടെ യൂനുവ് പറയും, അതെന്താന്ന് വെച്ചാലേ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു ഫസ്റ്റ് ലവ് ഉണ്ടല്ലോ, അവളും ഞാനും തമ്മിൽ പിരിയാനുള്ള കാര്യം തന്നെ ഞങ്ങൾക്കിടയിലുള്ള ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതിനുശേഷം ഞാനിപ്പോൾ അവളെ കുറേ നാളിന് ശേഷം കണ്ടു. ഞങ്ങൾക്കിടയിൽ എല്ലാം ഓക്കെ ആവുമെന്ന് വിചാരിച്ച് ഞാൻ കൂളായിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാമെന്ന് വെച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന്. ഇനി ഞാൻ എങ്ങനെയാണ് അവളുടെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവനിപ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ജിയോൺ ആണെങ്കിൽ ഒരു വഴി കൂടി ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. അതേസമയം തന്നെ അവൾക്ക് ഫീൽ ചെയ്യും അവളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ അവൾ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. തൊട്ടുപുറവിനെ തന്നെ അവൾക്ക് മനസ്സിലാവും, അതായത് അവളെ ഫോളോ ചെയ്ത് വേറെ ആരുമല്ല നമ്മളുടെ മിൻ തന്നെയാ എന്ന്. അപ്പം നമ്മുടെ ജിയോൺ ചോദിക്കും, നീ എന്താ ഇവിടെ എന്ന്. അപ്പം നമ്മുടെ മിന്നു പറയും, അല്ല നീ എവിടെ പോയേക്കുമായിരുന്നു? നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു, നീ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആരെ കാണാനാ പോയിരുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ നമ്മളുടെ ജിയോണിൻ്റെ അമ്മേനെ പറ്റി എടുത്ത് സംസാരിക്കും. ഇത് കേൾക്കുന്നത് നമ്മുടെ ജിയോണിന് മനസ്സിലാവും, അതായത് അവളുടെ അമ്മേനെ പറ്റി ഇപ്പം ഇവൻ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സുമിൻ പറഞ്ഞിട്ടാ എന്ന്. അപ്പോൾ അവൾ പറയും, ഞാനാണെങ്കിൽ എനിക്ക് അർജൻറ്റായിട്ട് ഒരാളിനെ കാണുമായിരുന്നു, ആ ആളിനെ കാണാൻ വേണ്ടിയാ പോയേ എന്ന്. എന്നാൽ നമ്മുടെ മിന്നിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ചോദിക്കും, അല്ല നീ എന്തിനാ എന്നെ കണ്ടിട്ട് പേടിച്ചത്? ഞാൻ എന്താ അന്യം വല്ലോ ആണോ എന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മളുടെ ജിയോന്റെ കയ്യിൽ കയറി പിടിക്കും. എന്നിട്ട് ചോദിക്കും, നീ ഇപ്പോൾ ആകെപ്പാടെ മാറിയിട്ടുണ്ട്, നിന്റെ ഡ്രസ്സിങ് സ്റ്റൈലും നിന്റെ ബിഹേവിയറും എല്ലാം മാറിയിട്ടുണ്ട്, നിനക്ക് എന്താ ഇപ്പം എന്നോട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ അവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മളുടെ ജയ ഉണ്ടല്ലോ അവിടേക്ക് കറക്റ്റായിട്ട് വരും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജയ ആണെങ്കിൽ ജിയോൺ യൂനുവുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതും അവളുടെ പുറകെ പോവാതെ അവിടെ നിന്ന് പോകാനാണ് ഒരുങ്ങുന്നത്. എങ്കിലും അവനാണെങ്കിൽ ജിയോൺ കറക്റ്റായിട്ട് വീട്ടിലെത്തിയോന്നറിയാൻ വേണ്ടി അവളെ ഒരുപാട് വിളിക്കും. എന്നാൽ നമ്മുടെ ജിയോൺ ആ ഫോൺ കോളൊന്നും കേൾക്കത്തില്ല. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മുടെ ജയ ആണെങ്കിൽ ഇവളെ ഫോളോ ചെയ്ത് ഇവളുടെ പുറകെ വരുന്നത്. സത്യത്തിൽ നമ്മുടെ ജയ എത്തുന്നേം കാണുന്നത് എന്താണെന്നറിയാവോ? മിന്നാണെങ്കിൽ നമ്മുടെ ജിയോണിനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യുന്നത്. ഇത് കാണുന്നേ അവന് സഹിക്കാൻ പറ്റത്തില്ല. അവന് ഓർമ്മ വരുന്നതല്ല നമ്മുടെ മിന്നാണെങ്കിൽ ജിയോണിനെ കൊന്നു കളഞ്ഞില്ലേ, അതാണ്. അത് ആലോചിച്ചിട്ട് ഇവൻ വേഗം തന്നെ വന്ന് മിന്നിനെ നല്ല കിടിലമായിട്ട് എടുത്തിട്ട് അടിക്കും. സത്യം പറഞ്ഞ് ഇത് കാണുന്നേ നമ്മളുടെ ജിയോൺ ഭയങ്കരമായിട്ടും പേടിച്ചു. അവൾ ചോദിക്കും, ജയ നിങ്ങൾക്ക് എന്തോ പറ്റി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മിന്നിനെ എടുത്തിട്ട് അടിക്കുന്നേ എന്ന്. അവനാണെങ്കിൽ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞ് ഈ അടിയെല്ലാം കൊള്ളുന്നേ വേഗം തന്നെ നമ്മുടെ മിന്ന അവിടെ നിന്ന് ഓടി അങ്ങ് പോവും. അവനാണെങ്കിൽ ഓടി ഓടി ഒരു ടണലിൻ്റെ അടുത്ത് എത്തുന്നേ ആലോചിക്കും, അല്ല ഞാൻ എന്തോത്തിനാ ഓടുന്നത്, ഞാൻ വല്ല കുറ്റവും ചെയ്തിട്ടാണോ? അതുമല്ല എൻ്റെയും ജിയോൻ്റെയും സ്പേസിൻ്റെ ഇടയിലായിട്ട് ആ ജയ എങ്ങനെ കയറി വന്നത്, അവൻ എങ്ങനെ മനസ്സിലായി അവൾ അവിടെ ഉണ്ടെന്ന് എന്നും പറഞ്ഞ് അവൻ ദേഷിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാഷ് ഉണ്ടായിരുന്നു അതിനകത്ത് എടുത്തിട്ട് കാലിട്ട് അടിക്കാനായിട്ട് ഒരുങ്ങും. എന്നാൽ അതിനകത്തുള്ള ആ കവറിൽ തട്ടിയിട്ട് ഇവൻ തന്നെ തറയിൽ തെറിച്ച് വന്നങ്ങ് വീഴും. പിന്നീട്
പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജിയോനെ അതേപോലെ തന്നെ ജെയിനെയാണ്. അവിടെയാണെങ്കിൽ ജിയോൺ ചോദിക്കും, അല്ല നിങ്ങൾ എങ്ങനെയാ കറക്റ്റായിട്ട് ഇവിടേക്ക് എത്തിയത്? നിങ്ങൾ എന്തിനാ ഞങ്ങളെ രണ്ടുപേരുടെ ഇടയിലായിട്ട് കയറിയിട്ട് മിന്നിനെ എടുത്ത് ഇത്ര അടിച്ചത്? ഇത് കേൾക്കുന്നത് നമ്മളുടെ ജയിക്കാണെങ്കിൽ പറയാനൊന്നും ഇല്ലായിരുന്നു. വേഗം തന്നെ അവൻ പറയും, അല്ല നീ ആണെങ്കിലേ അവൻ അടിക്കാൻ നേരത്തെ എന്തിനാ അവൻ്റെ അടി കൊള്ളാൻ വേണ്ടിയിട്ട് നിന്നത്? അവൻ നിന്നെ എങ്ങനെ ടോർച്ചർ ചെയ്തതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നീ ആണെങ്കിൽ നിന്റെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ നല്ല വൈസായിട്ട് ചൂസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നീ തന്നെയായിരിക്കും ഫ്യൂച്ചറിൽ അനുഭവിക്കാൻ പോകുന്നേ എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജിയോണിന് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. വേഗം തന്നെ അവൾ ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്തിട്ട് വന്നത്? നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉള്ളതല്ലേ? അതും യൂനിയനെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത്? അവൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലേ? നിങ്ങൾ ആ ഓഫീസിൽ സീക്രട്ടായിട്ട് അവളെ അല്ലേ ഡേറ്റ് ചെയ്യുന്നേ എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ്ക്ക് മനസ്സിലാവും ഇവളെ എല്ലാ കാര്യവും ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ച് വെച്ചേക്കുവാന്ന്. വേഗം തന്നെ നമ്മുടെ ജയ് ചോദിക്കും, നീ എന്തോ പറഞ്ഞത് യൂന എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നോ? നിനക്കത് ഞാൻ ഇപ്പം തന്നെ പ്രൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ നമ്മുടെ യൂനേനെ വിളിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ജയ്ക്കിട്ട് നല്ലത് കൊടുക്കും. എന്നിട്ട് നമ്മുടെ ജയ് ചോദിക്കും, നിന്റെ ബ്രദറാണ് ഞാൻ, അതുകൊണ്ട് തന്നെ നീ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ യൂനെന്ന് ശാന്തിയാവും. അങ്ങനെ അവർ കോള് വയ്ക്കും. അപ്പം നമ്മുടെ ജയ് ആണെങ്കിൽ തിരിച്ച് ജിയോൻ്റെ അടുത്ത് ചോദിക്കും, എന്താ നിനക്കിപ്പോൾ മനസ്സിലായോ അവൾ എൻ്റെ അനിയത്തിയാണ് എന്ന്? ഞങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്നു അല്ല, എന്തൊക്കെയായിരുന്നാലും നീ കൊള്ളാം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോനാണെങ്കിൽ ഭയങ്കര ചമ്മലായിരുന്നു. അവൾ പറയാം, അയ്യോ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒട്ടും അറിഞ്ഞില്ല, ഞാനത് തെറ്റിദ്ധരിച്ചതാ, നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ആയിട്ട് നടക്കുന്നുണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു പോയതാ എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയാണെങ്കിൽ അവളുടെ പറയും, നീ എല്ലാം ഒന്നും തെറ്റിദ്ധരിച്ചില്ല, നീ ഒരു കാര്യം മനസ്സിലാക്കിയത് ശരിയാണ്, അതായത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് അവൻ അവിടെ ഡയറക്റ്റ് ആയിട്ട് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയോണിന് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേയും അവിടെയായിട്ട് കറക്റ്റ് നമ്മുടെ സുമിൻ വരും. അവൾ വരുന്ന എന്തിനാണെന്നറിയാവോ? മിന്നും അതേപോലെ തന്നെ ജിയോണും തമ്മിൽ അടി കൂടുന്ന കാണാൻ വേണ്ടിയിട്ടായി. എന്നാൽ അവൾക്കാണെങ്കിൽ അവരുടെ അടിയൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. പകരം അവൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജയ്യും അതേപോലെ തന്നെ ജിയോണും കൂടി നിന്ന് സംസാരിക്കുന്നതാണ്. അവൾ വിചാരിക്കും ഈ രാത്രിയിൽ ഇവരെന്തുമായി സംസാരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജയ ആണെങ്കിൽ ജിയോണിനെ അവളുടെ വീട്ടിലായിട്ട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ആക്കുന്നതാ. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോ ഉണ്ട് വയറ്റിലായിട്ട് വേദനിക്കാൻ തുടങ്ങും. ഇത് കാണുന്നേ നമ്മുടെ ജിയോ ഭയങ്കരമായിട്ട് ടെൻഷനാവും. അവൻ ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തോട്ട് വരുന്നത് അവനങ്ങ് ബോധം കിട്ടും നമ്മുടെ ജിയോ ഉണ്ട് തോളിലായിട്ട് വന്നങ്ങ് വീഴും. നമ്മുടെ ജിയോണിനും എന്തോന്നും മനസ്സിലാവത്തില്ല. അവൾ ഭയങ്കര ഷോക്കായി പോവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.